ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയിലാണ് നിർണായകമായ കണ്ടെത്തൽ. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് നേരത്തെ സ്വർണ്ണമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴിതാ രക്തക്കറ കൂടി അവിടെ നിന്ന് കിട്ടുന്നു. സെബാസ്റ്റ്യൻ കുടുങ്ങുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി. തീർച്ചയായിട്ടും മജിൻ ഷാദ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തെ ഒട്ടേറെ വട്ടം കറക്കിയ ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. കാര്യം പല കാര്യങ്ങളും വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിരുന്നില്ല. എന്നാൽ പോലീസ് അതീവ വിദഗ്ധമായി ജാഗ്രതയോടെയുള്ള അന്വേഷണമാണ് നടത്തിയത്. പ്രത്യേകിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് അവർ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അവിടെ നിന്നും രക്തക്കറകൾ ലഭിച്ചിരുന്നു. അവിടെ നിന്നും അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇതൊക്കെ തന്നെ DNA ടെസ്റ്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബ്ലഡിന്റെ സാമ്പിളും DNA ടെസ്റ്റിന് നൽകിയിരിക്കുകയായിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി വന്നത്. ഈ ബ്ലഡ് ടെസ്റ്റിൽ വന്നിരിക്കുന്നത് ജൈനമ്മയുടെ തന്നെ എന്നുള്ളൊരു സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അപകടം സംഭവിച്ചത് ജൈനമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സെബാസ്റ്റ്യന്റെ വീടിന് പങ്കുണ്ട്, അല്ലെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ചാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജൈനമ്മയുടെ സംശയിക്കുന്ന ശരീരാവശിഷ്ടവും അവിടെ നിന്ന് ലഭിക്കുന്നത്. 2024 ശേഷമാണ് ജൈനമ്മയെ കാണാതാകുന്നത്. കോട്ടയത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെടുന്നത്. ഇങ്ങനെ സെബാസ്റ്റ്യൻ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി സ്ത്രീകളുമായി പരിചയപ്പെടുകയും അവിടെ നിന്നും അവരുടെ പോരായ്മകൾ കണ്ടുകൊണ്ട് അത് മുതലെടുക്കുക, അതിനുശേഷം അവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ വസ്തുവകകൾ വിറ്റ് കാശുണ്ടാക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് രീതി. അങ്ങനെ തന്നെയാണ് ജൈനമ്മയും അപായപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിലാണ് മറ്റു 2 സ്ത്രീകളെ കൂടി നിലവിൽ കാണാതുള്ളത്. അത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരിക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ മടക്കി നൽകിയിട്ടുണ്ട്. ഇനി വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരമാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ശരി ഷാജി, ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. രക്തക്കറ ജൈനമ്മയുടേത് തന്നെ. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കൂടുതൽ തെളിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനയുടെ വിവരങ്ങളടക്കമുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ നൽകിയത്.